ആദായ നികുതി പരിശോധനയ്ക്കിടെ സ്വയം വെടിയുതിർത്ത് ആത്മഹത്യ ചെയ്ത പ്രമുഖ വ്യവസായിയും കോൺഫിഡന്റ് ഗ്രൂപ്പിന്റെ ഉടമയുമായ ഡോക്ടർ CJ റോയുടെ സംസ്കാരം ഇന്ന് നടക്കുകയാണ്. ബംഗളൂരിലാണ് സംസ്കാര ചടങ്ങുകളൊക്കെ ക്രമീകരിച്ചിട്ടുള്ളത്. അക്ഷയ് ന്യൂസ് ഡെസ്കിൽ നിന്ന് ചേരുന്നുണ്ട്. അക്ഷയ്, ഗുഡ് മോർണിംഗ്. പറഞ്ഞു തുടങ്ങാൻ പറ്റുന്ന ഒരു സാഹചര്യമല്ല CJ റോയുടെ ആത്മഹത്യ. അത് അത്യന്തം വേദനാജനകമാണ്. നമ്മളെ ആകെ ഞെട്ടിപ്പിച്ചതുമായ വാർത്തയാണ്. ഭരണകൂട ഭീകരതയെക്കുറിച്ചൊക്കെ സംസാരിക്കുന്ന ഈ ഘട്ടത്തിൽ പോലും മറ്റൊരു ഭരണകൂട ഭീകരതയുടെ ഇരയായി തന്നെ CJ റോയിയെ കണക്കാക്കുന്നുണ്ട്. ആദായ നികുതി വകുപ്പ് അതിൻ്റെ റെയ്ഡിനിടെയായിരുന്നു CJ റോയിയുടെ മരണം എന്ന് പറയുന്നത്. ഒരിക്കലും ഒരു ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കുക പോലും ചെയ്യാത്ത ഒരാൾ എന്ന നിലയ്ക്കായിരിക്കണം നമ്മളൊക്കെ CJ റോയിയെ കണ്ടതും. അത്രയേറെ മാധ്യമങ്ങൾക്ക് പരിചിതനായിരുന്നു. മാധ്യമങ്ങളുമായി ഇത്രയേറെ ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു വ്യവസായി ഉണ്ടോ എന്നുള്ള കാര്യത്തിലും ഒരു സംശയമാണ്. അത്രത്തോളം മാധ്യമപ്രവർത്തകരുമായും മാധ്യമങ്ങളുമായും ഒക്കെ ഇടപെട്ട് എപ്പോഴും ആളുകൾക്കിടയിൽ നിന്നൊരു മനുഷ്യനായിരുന്നു. പെട്ടെന്നാണ് അങ്ങനെ ഒരു മനുഷ്യൻ ഇല്ലാതെയാകുന്നത്. അപ്പോൾ അയാളുടെ മരണം സംബന്ധിച്ച ദുരൂഹതകൾ, നിലവിൽ സംസ്കാര ചടങ്ങുകൾ അതൊക്കെ എങ്ങനെയാണ് ക്രമീകരിച്ചിട്ടുള്ളത്? തീർച്ചയായിട്ടും വിൻഷ, ഇന്നലെയാണ് അത്യന്തം ദുഃഖകരമായിട്ടുള്ള ഈ വാർത്ത വൈകിട്ടോടുകൂടി പുറത്തേക്ക് വരുന്നത്. അതായത് കോൺഫിഡന്റ് ഗ്രൂപ്പിൻ്റെ ഉടമയായിട്ടുള്ള CJ റോയ്, അദ്ദേഹം ഈ ഇന്ത്യയിലെ തന്നെ വ്യവസായ മേഖലയിലെ വളരെ പ്രമുഖനായിട്ടുള്ള വ്യക്തിയാണ്. അദ്ദേഹത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നിരവധി ഇടപെടലുകൾ, അതായത് പൊതുമണ്ഡലത്തിൽ അടക്കം നിറഞ്ഞു നിന്നിരുന്ന, നിറസാന്നിധ്യമായി നിന്നിരുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹം ആണ് ഇന്നലെ ആത്മഹത്യ ചെയ്തു എന്ന തരത്തിലുള്ള വാർത്തകൾ വൈകുന്നേരത്തോടു കൂടി പുറത്തേക്ക് വരുന്നത്. അതായത് ആദായ നികുതി വകുപ്പിൻ്റെ റെയ്ഡിനിടെ അദ്ദേഹം സ്വയം വെടിയുതിർക്കുകയായിരുന്നു. അദ്ദേഹത്തിൻ്റെ കോർപ്പറേറ്റ് ഓഫീസ്, ബംഗളൂരുവിലെ കോർപ്പറേറ്റ് ഓഫീസിൽ വെച്ചായിരുന്നു ഈ സംഭവം നടന്നത്. അതായത് 2 ദിവസങ്ങളായിട്ട് അദ്ദേഹത്തിൻ്റെ ഓഫീസുകളിലും മറ്റും ആദായ നികുതി വകുപ്പ് റെയ്ഡ് നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. കൊച്ചിയിൽ നിന്നുള്ള ആദായ നികുതി വകുപ്പിൻ്റെ യൂണിറ്റാണ് ബംഗളൂരുവിലും മറ്റുമായിട്ട് അദ്ദേഹത്തിൻ്റെ സ്ഥാപനങ്ങളിൽ റെയ്ഡ് നടത്തിക്കൊണ്ടിരുന്നത്. ഇതിനിടെയാണ് ഇന്നലെ ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായത്. ഈ റെയ്ഡിനിടയ്ക്ക് കുറച്ച് രേഖകൾ ഈ ഉദ്യോഗസ്ഥർ ആവശ്യപ്പെട്ടിരുന്നു. ഈ രേഖകൾ എടുത്തു വരാമെന്ന് പറഞ്ഞ് അദ്ദേഹം മറ്റൊരു മുറിയിലേക്ക് പോവുകയായിരുന്നു. ശേഷം അവിടെ നിന്ന് വെടിയുതിർക്കുന്ന ശബ്ദം കേട്ട് ഇവർ ഉദ്യോഗസ്ഥരും ജീവനക്കാരും എത്തിയപ്പോഴായിരുന്നു നെഞ്ചിൽ വെടിയേറ്റ നിലയിൽ ഇദ്ദേഹത്തെ കണ്ടെത്തിയത്. ഉടൻ തന്നെ അടുത്തുള്ള ആശുപത്രിയിലേക്ക് എത്തിക്കുകയായിരുന്നു. ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും CJ റോയുടെ ജീവൻ രക്ഷിക്കാനായി സാധിക്കാത്ത ഒരു സാഹചര്യമായിരുന്നു. എന്തായാലും അദ്ദേഹത്തിൻ്റെ സംസ്കാരം ഇന്ന് ബംഗളൂരുവിൽ നടക്കും. ഇനി പോസ്റ്റ്മോർട്ടം അടക്കമുള്ള നടപടികളിലേക്കാണ് കടക്കേണ്ടതുള്ളത്. രാവിലെ തന്നെ പോസ്റ്റ്മോർട്ടം അടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടക്കും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഭാര്യയും മകനും ഇപ്പോൾ ആശുപത്രിയിലേക്ക് എത്തിയിട്ടുണ്ട്. ഈ മൃതദേഹം സൂക്ഷിച്ചിരിക്കുന്ന മറ്റ് വിദേശത്തുള്ള ബന്ധുക്കൾ അടക്കം നാട്ടിലേക്ക് എത്തേണ്ടതുണ്ട്. ഇവരുമായിട്ടൊക്കെ ഉദ്യോഗസ്ഥർ ഇപ്പോൾ ആശയവിനിമയം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവർ നാട്ടിലേക്ക് ബന്ധുക്കളടക്കം എത്തിയതിന് ശേഷമായിരിക്കും സംസ്കാര ചടങ്ങ് നടക്കുക. സംസ്കാരം ബംഗളൂരുവിൽ വെച്ച് തന്നെ നടക്കുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. എന്തായാലും അദ്ദേഹത്തിൻ്റെ സ്ഥാപനങ്ങളിൽ കുറച്ച് നാളുകളായിട്ട് ഇത്തരത്തിൽ EDയുടെ കൊച്ചി യൂണിറ്റ് ബംഗളൂരുവിലെ സ്ഥാപനങ്ങളിലും മറ്റും പരിശോധന നടത്തുന്നുണ്ടായിരുന്നു. ഇതിനെതിരെ അദ്ദേഹം കർണാടക ഹൈക്കോടതിയെ സമീപിക്കുകയുണ്ടായി. കൊച്ചി യൂണിറ്റിന് തൻ്റെ ബംഗളൂരുവിലെ സ്ഥാപനങ്ങളിൽ പരിശോധന നടത്താനായിട്ട് അധികാരമില്ല എന്ന തരത്തിൽ അദ്ദേഹം കോടതിയെ അറിയിക്കുകയുണ്ടായി. ഇത് സംബന്ധിച്ച് കോടതി അദ്ദേഹത്തിന് അനുകൂലമായിട്ടുള്ള വിധി പുറപ്പെടുവിക്കുകയുണ്ടായി. ഈ കൊച്ചി യൂണിറ്റ് ബാംഗ്ലൂരുവിലെ ഓഫീസുകളിൽ റെയ്ഡ് നടത്തുന്നതിന് കോടതി സ്റ്റേ അനുവദിക്കുകയായിരുന്നു. അതോടുകൂടി ആ പരിശോധന അവിടെ താൽക്കാലികമായിട്ട് നിർത്തിവെക്കുകയുണ്ടായി. പക്ഷേ തൊട്ടു പിന്നാലെ ഈ കഴിഞ്ഞ ദിവസം ഈ സ്റ്റേ മരവിപ്പിക്കുകയുണ്ടായി. അതായത് കൊച്ചി യൂണിറ്റിന് വീണ്ടും അദ്ദേഹത്തിൻ്റെ ഓഫീസുകളിൽ റെയ്ഡ് നടത്താനുള്ള ഒരു സാഹചര്യം രൂപപ്പെടുന്ന ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ മാറുകയുണ്ടായി ഈ വിധിയോടുകൂടി. ഇതിനെ തുടർന്നാണ് 2 ദിവസങ്ങളിലായിട്ട് കൊച്ചി യൂണിറ്റ് വീണ്ടും ബംഗളൂരുവിലെത്തി അദ്ദേഹത്തിൻ്റെ വിവിധ സ്ഥാപനങ്ങളിലും മറ്റും പരിശോധനയിലേക്ക് കടന്നത്. ഈ സാഹചര്യത്തിലാണ് അദ്ദേഹം വളരെ മാനസികമായി തകർന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നതെന്ന് അദ്ദേഹത്തിൻ്റെ ജീവനക്കാരും മറ്റും ഈ സംഭവത്തിന് ശേഷം വെളിപ്പെടുത്തുകയുണ്ടായി. ഇതിന് പിന്നാലെയാണ് ഇന്നലെ അദ്ദേഹം ഈ പരിശോധനയ്ക്കിടയ്ക്ക് സ്വയം വെടിയുതിർത്ത് ജീവനൊടുക്കിയത്. എന്തായാലും അദ്ദേഹത്തെ പോലെ പൊതുമണ്ഡലത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു വ്യക്തി, അദ്ദേഹത്തെ പോലെ സാമൂഹിക പ്രവർത്തനങ്ങൾ നടത്തുന്ന വ്യക്തി, വിവിധ ബിസിനസ്സുകളാണ് അദ്ദേഹത്തിനുള്ളത്. ഈ ഫ്ലാറ്റുകൾ കൂടാതെ മറ്റ് മേഖലകൾ, സിനിമാ മേഖല അടക്കമുള്ള മേഖലകളിൽ അദ്ദേഹത്തിന് ബിസിനസ്സുകളുണ്ട്. അത്തരത്തിലൊരു വ്യക്തി, എല്ലാ മേഖലകളിലും വിജയിച്ച് മുന്നേറുന്ന ഒരു വ്യക്തി എന്തായിരിക്കാം ആത്മഹത്യയിലേക്ക് നയിച്ചത് എന്നുള്ള കാര്യങ്ങൾ ഇപ്പോഴും ദുരൂഹമായി തുടരുന്നുണ്ട്. ഈ റെയ്ഡിന് പിന്നിൽ എന്താണ്, മറ്റ് രാഷ്ട്രീയ ഗൂഢാലോചനകൾ ഇതിന് പിന്നിലുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ ഇനി പുറത്തേക്ക് വരേണ്ടതുണ്ട്. എന്തായാലും
കർണാടക ഉപമുഖ്യമന്ത്രി DK ശിവകുമാറിൻ്റെ പ്രതികരണങ്ങൾ അടക്കം വന്നിട്ടുണ്ട്. ശിവകുമാർ പറയുന്നത് ഈ വിഷയത്തിൽ ഇനി കൂടുതൽ അന്വേഷണത്തിലേക്ക് കടക്കേണ്ടതുണ്ട്. ഇതിന് പിന്നിലുണ്ടായിട്ടുള്ള കാരണങ്ങൾ, മറ്റെന്തെങ്കിലും കാരണങ്ങൾ ഉണ്ടെങ്കിൽ അതടക്കം കണ്ടെത്തേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിൽ ഉന്നതതല അന്വേഷണം നടത്തുമെന്ന് തന്നെയാണ് DK ശിവകുമാർ അടക്കം ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ഇന്നാണ് CJ റോയിയുടെ സംസ്കാരം. ബംഗളൂരുവിലായിരിക്കും സംസ്കാരം നടക്കുക. അദ്ദേഹം തൃശ്ശൂർ സ്വദേശിയാണ്, മലയാളിയാണ്. ബംഗളൂരുവിലാണ് അദ്ദേഹത്തിൻ്റെ സ്ഥാപനങ്ങളും മറ്റും കോർപ്പറേറ്റ് ഓഫീസ് അടക്കം സ്ഥിതി ചെയ്യുന്നതും. അദ്ദേഹം ബംഗളൂരുവിലാണ് താമസമാക്കിയിരിക്കുന്നതും. അതുകൊണ്ട് തന്നെ ബംഗളൂരുവിൽ തന്നെയായിരിക്കും സംസ്കാര ചടങ്ങുകൾ നടക്കുക. രാവിലെ പോസ്റ്റ്മോർട്ടം നടപടികളിലേക്ക് ഇനി ആരംഭിക്കേണ്ടതുണ്ട്. അത്തരം നടപടികൾക്ക് ശേഷമായിരിക്കും കൂടുതൽ വിശദാംശങ്ങൾ പുറത്തേക്ക് വരിക. എന്തായാലും നിലവിൽ പ്രാഥമികമായിട്ടുള്ള വിലയിരുത്തൽ എന്ന് പറയുന്നത് ആത്മഹത്യ എന്നതാണ്. ഇതിലെ മറ്റ് രാഷ്ട്രീയമായിട്ടുള്ള കാര്യങ്ങളോ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ ഈ ആത്മഹത്യക്ക് പിന്നിലുണ്ടെങ്കിൽ അതടക്കം പുറത്തേക്ക് വരേണ്ടതുണ്ട്. ഇനി കൂടുതൽ നടക്കുന്ന അന്വേഷണത്തിലും പോസ്റ്റ്മോർട്ടത്തിലും ഒക്കെ അതുപോലെ തന്നെ ബന്ധുക്കളുടെ അടക്കം ജീവനക്കാരുടെ അടക്കം മൊഴികൾ ശേഖരിക്കുന്ന നടപടികളിലേക്കൊക്കെ കടക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഈ പരിശോധനയ്ക്കെത്തിയ ഉദ്യോഗസ്ഥരെ അടക്കം ചോദ്യം ചെയ്യുന്ന സാഹചര്യങ്ങളിലേക്കൊക്കെ ഉന്നതതല അന്വേഷണം പ്രഖ്യാപിക്കുകയാണെങ്കിൽ അവരും ആ ഉദ്യോഗസ്ഥരും കടക്കും. നിലവിൽ അശോക് നഗർ പോലീസ് സ്റ്റേഷനിൽ ബന്ധുക്കളും കോർപ്പറേറ്റ് ഓഫീസിലെ ജീവനക്കാരും പരാതി നൽകിയിട്ടുണ്ട്. 3 പേജ് അടങ്ങുന്ന പരാതി നൽകിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ആ പരാതിയിൽ തന്നെ വ്യക്തമായി പറയുന്നുണ്ട്, കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ആദായ നികുതി വകുപ്പ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് നിന്ന് ഭീഷണി ഉണ്ടായിരുന്നു. അത്തരത്തിലുള്ള ഒരു വേട്ടയാടപ്പെടൽ അവിടെ സംഭവിച്ചിരുന്നു എന്ന കാര്യത്തിൽ കൃത്യമായി ആ പരാതിയിൽ പറയുന്നുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ആദായ നികുതി ഇന്നലെ റെയ്ഡിനെത്തിയ പരിശോധനയ്ക്കെത്തിയ ആദായ നികുതി വകുപ്പ് ഉദ്യോഗസ്ഥർ അവിടെ തുടരുകയാണ്. കേരളത്തിൽ നിന്നുള്ള കൊച്ചിയിൽ നിന്നുള്ള ഉദ്യോഗസ്ഥരാണ് അവിടെ തുടരുന്നത്. ഇവരെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യാനുള്ള തീരുമാനങ്ങളിലേക്ക് ഒപ്പം ഫോൺ പരിശോധനയ്ക്ക് വിധേയമാക്കണം, ഓഫീസ് പരിശോധനയ്ക്ക് വിധേയമാക്കണം. ഇന്നലെ രാത്രി വൈകിയും അവിടെ ഫോറൻസിക് പരിശോധനയൊക്കെ നടക്കുകയാണ്. ഇതൊക്കെ നടക്കുമ്പോഴും ഇല്ലാതായി പോയ ഒരു ജീവന പകരമാകില്ല ഒന്നും. അന്വേഷണത്തിൻ്റെ രീതിയിൽ അത് മുന്നോട്ട് പോവുകയാണ്. എന്തുകൊണ്ട് റോയ് ആത്മഹത്യ ചെയ്തു എന്നുള്ള കാര്യത്തിൽ ഒരു ദുരൂഹത, ആ ദുരൂഹത മാറ്റാൻ തന്നെയാണ് ഇത്തരം അന്വേഷണങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നത്, അല്ലേ അക്ഷയ്? തീർച്ചയായിട്ടും മിനിഷ, എല്ലാ ദുരൂഹതകളും നീങ്ങേണ്ടതുണ്ട്. അതുതന്നെയാണ് നേരത്തെ ഞാൻ സൂചിപ്പിച്ചിരുന്നു. ഇത്തരത്തിൽ അദ്ദേഹം ഈ റെയ്ഡിനെ തുടർന്ന് ഇത്തരം ഈ ആദായ നികുതി വകുപ്പിൻ്റെ പരിശോധനയെ തുടർന്ന് മാനസികമായിട്ട് തകർന്ന ഒരു നിലയിലായിരുന്നു എന്നാണ് അദ്ദേഹത്തിൻ്റെ ജീവനക്കാരും കുടുംബവും അടക്കം ഇന്നലെ സൂചിപ്പിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൽ വിശദമായിട്ടുള്ള അന്വേഷണം ഇപ്പോൾ നിലവിൽ എന്തായാലും ഇവർ പരാതിപ്പെട്ടിട്ടുണ്ട്. DK ശിവകുമാർ അടക്കം പറയുന്നത് ഉന്നതതല അന്വേഷണം വേണമെന്നാണ്. സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും അങ്ങനെ ഒരു പ്രതികരണം വന്ന സ്ഥിതിക്ക് തീർച്ചയായിട്ടും ഒരു പ്രത്യേക സംഘത്തെ തന്നെ ഇത് അന്വേഷിക്കാനായിട്ട് നിയോഗിക്കാനാണ് സാധ്യത. അത്തരത്തിൽ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഇന്നും നിർണായകമായിട്ടുള്ള നീക്കങ്ങൾ കർണാടക സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. തുടർന്ന് അന്വേഷണം എന്തായാലും ഊർജിതമായി തന്നെ മുന്നോട്ട് പോകും. കാരണം സമൂഹത്തിൽ ഇത്രത്തോളം പ്രമുഖനായിട്ടുള്ള വ്യക്തി ബിസിനസ് മേഖലയിലടക്കം നിറസാന്നിധ്യമായി നിന്നിരുന്ന, സമൂഹത്തിന് മറ്റ് മേഖലകളിലടക്കം വലിയ തോതിൽ സ്വാധീനം ചെലുത്തിയിരുന്ന, നിറഞ്ഞു നിന്നിരുന്ന, നിറസാന്നിധ്യമായി നിന്നിരുന്ന വ്യക്തിയാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു ആത്മഹത്യ ചെയ്തിരിക്കുന്നത്. ഇതിന് പിന്നിലുള്ള കാരണങ്ങൾ ഇനി വ്യക്തമാകാനുണ്ട്. കൃത്യമായിട്ടുള്ള കാരണങ്ങൾ പുറത്തേക്ക് വരേണ്ടതുണ്ട്. ഇപ്പോൾ നിലവിൽ എന്തായാലും പ്രാഥമികമായിട്ടുള്ള നിഗമനങ്ങൾ മാത്രമാണ് എല്ലാവർക്കും ലഭ്യമായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ കൂടുതൽ പരിശോധനാ ഫലങ്ങളും അന്വേഷണത്തിൽ നിന്നുമൊക്കെ തന്നെയാണ് ഇത്തരം കാര്യങ്ങൾ വ്യക്തമാകാനുള്ളത്. അതിലേക്കായിരിക്കും ഇനി പോലീസ് കടക്കേണ്ടത്. എന്നാലും ഇന്ന് സംസ്കാരമടക്കമുള്ള കാര്യങ്ങൾ ഇന്ന് നടക്കും. പോസ്റ്റ്മോർട്ടം നടപടികളിലേക്കുമൊക്കെ രാവിലെ തന്നെ കടക്കാനാണ് സാധ്യത. എന്തായാലും അദ്ദേഹത്തിൻ്റെ കുടുംബം വിദേശത്ത് നിന്ന് എത്തേണ്ടതുണ്ട്. ബന്ധുക്കൾ, ഭാര്യയും മകനും ഇപ്പോൾ മൃതദേഹം സൂക്ഷിച്ചിരിക്കുന്ന ആശുപത്രിയിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്.